അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റോഡാണിത്. അതായത് റുവൈസിൽ നിന്ന് മുസഫ, അബുദാബി, ദുബായിക്ക് ഒക്കെ പോണ റോഡാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നിങ്ങൾ നോക്കി നോക്ക്, ഫുള്ള് കണ്ടോ. ഇവിടെയൊക്കെ ഉപ്പ് പിടിച്ചൊരു പാടം പോലെയാണ്. അതായത് വെള്ളം ഒരുപാട് ദിവസം മുന്നേ മഴ പെയ്തതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും ആ വെള്ളത്തിൻ്റെ ആ ഒരു അംശം കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എന്താ പറയുക, കടൽ ഈ സൈഡിൽ നമുക്ക് കടലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കടൽ അടുത്ത് കിടക്കുന്ന കാരണമാകുമ്പോഴൊക്കെ ഈ ഉപ്പിൻ്റെ അംശങ്ങൾ, അതായത് നമ്മൾ ഈ വെള്ളം വറ്റിയപ്പോൾ എല്ലായിടത്തും ഒരു വെള്ള കളറാണ് മണ്ണ് ഒക്കെ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, റോഡ് 4 ട്രാക്കാണ് ഈ സൈഡിൽ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 4 ട്രാക്ക് ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ട്രക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 220-230 കിലോമീറ്ററോളം പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 കിലോമീറ്ററിന് അടുത്തായി. ഇപ്പോൾ 30-35 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് പോകുന്നുണ്ട്. പോകുമ്പോൾ നമുക്ക് വണ്ടി ഫുള്ളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഒരു 2 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ വണ്ടി നമുക്ക് നിർത്തണം. ഓക്കെ, അതായത് കമ്പനിയുടെ ഒരു റൂളാണത്. നമുക്ക് വണ്ടി നിർത്തണം. ഈ വണ്ടി നിർത്തിയിട്ട് നമുക്ക് പിന്നെ ഓടിക്കാൻ പറ്റില്ല. എന്താ പറയുക, ഇതിൽ IVMS എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർക്ക് ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഒരു 10-15 മിനിറ്റ് അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മുസഫയ്ക്ക് പോകും. ഏകദേശം ഒരു 1 മണി ഒക്കെ കഴിയുണ്ടാവും. 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1:15 അവിടെ എത്തുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു പെട്രോൾ സ്റ്റേഷനായി. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോയിട്ട് കുറേ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പെട്രോൾ സ്റ്റേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ആവും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ നിർത്തുക കേട്ടോ വണ്ടി. പിന്നെ വേറെ ഇപ്പം എന്താ പ്രത്യേകിച്ച്, ഈ 2 സൈഡും കണ്ടോ, പ്രത്യേകിച്ച് കാണാനോ പിടിക്കാനോ ഒന്നും ഇല്ല കേട്ടോ. 2 സൈഡും ഇങ്ങനെ ഈ മരുഭൂമിയായിട്ട് കിടക്കുകയാണ്. ആ സൈഡിൽ കടലായിട്ട് വരും. അതായത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കടലാണ് കേട്ടോ. കുറച്ച് ഇവിടുന്ന് കാണാനൊന്നുമില്ല, പക്ഷെ കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കടലാണ്. പിന്നെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന, ഇപ്പോഴും ഒരുപാട് ദിവസമായി മഴ പെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ചൂടാണ് കേട്ടോ നടക്കുന്നത്. എന്നിട്ടും ആ വെള്ളത്തിൻ്റെ ഒരു ചളി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മണലല്ല, ഒരു ചളിയാണ്. നമ്മൾ ഇപ്പോഴും അവിടെ കാലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാല് താഴ്ന്നു പോകും. അതായത് ശരിക്കൊരു ചളിയാണ്. പിന്നെ ആ ചളി എന്ന് പറഞ്ഞാൽ ഒരു വെള്ള കളർ പോലത്തെ ചളി, എന്തെങ്കിലും ഉപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാണ് ഈ വെള്ളം പറ്റുന്നിടത്തോളം അതൊരു വെള്ള കളറായിട്ടുള്ള ഒരു ഇത് വരുന്നിട്ടോ. വേറെ പ്രത്യേകിച്ച് കാണാനില്ല. ഇതാണ് പെട്രോൾ സ്റ്റേഷൻ. കുറച്ച് നമ്മുടെ കണ്ട ഒരുപാട് വിട്ടിട്ടാണ് പെട്രോൾ സ്റ്റേഷൻ കാണുന്നത്. കണ്ട അവിടെ പള്ളിയുണ്ട്, നമുക്ക് അവിടെ ഒരു ചെറിയൊരു കഫ്റ്റീരിയ, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ പെട്രോൾ. ഒരുപാട് വലുപ്പമുണ്ട് കണ്ട ഒരുപാട് വലുപ്പമുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് കേട്ടോ ഒരു പെട്രോൾ പമ്പ്. അതായത് ഇവിടുത്തെ എല്ലാ പെട്രോൾ പമ്പിൻ്റെയും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് കൂടി ഉണ്ടാവും. അതെല്ലാതും സെയിമാണ്. ഒരുവിധമുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഒന്ന് റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലത്തെ ഒരു പെട്രോൾ സ്റ്റേഷനും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് തന്നെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്താണ് നിങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റോഡ് കാര്യങ്ങൾ കണ്ടു കേട്ടോ. ഇവിടുത്തെ വെള്ളം കണ്ടോ, വെള്ള കളറിലാണ് കേട്ടോ നിൽക്കുന്നത്. കേട്ടോ വെള്ള കളറാണ് കേട്ടോ. ഇതാണ് ഇന്ന് നമുക്ക് ലോറിയൊക്കെ പോകുമ്പോൾ കേട്ടോ അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ട ഒരു പാർക്കിംഗ് ഏരിയ കണ്ടോ. അത് 2 സൈഡിലുണ്ട്. അത് സെയിം പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കണ്ടോ. 2 സൈഡിലും അതേപോലെ തന്നെ ഒരു ലോറികളൊക്കെ ഒരുപാട് ലോങ്. ഇതൊക്കെ സൗദി റൂട്ടാട്ടോ. ഇത് സൗദിയിൽ നിന്ന് വരുന്നതാണ്. നേരെ സൗദിയിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ അത്രയും ലോങ് എന്നൊക്കെ വരുന്ന ടൈമിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്റ്റ് ഏരിയ പാർക്കിംഗ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനോ ഉറങ്ങാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടത്. നമുക്ക് അവിടെ നിർത്താം, പാർക്ക് ചെയ്യാം. പക്ഷേ ട്രക്കുകാർക്കാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യണത്. കൂടുതൽ അവർ വന്നിട്ടാണ് പാർക്ക് ചെയ്യുക. അവർ ലോങ് റൂട്ട് വരുന്ന കാരണേ കണ്ട 2 സൈഡും പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. പിന്നെ നമ്മുടെ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ബസ് ഉള്ളിൽ കണ്ട, ബസ്സിൻ്റെ ഉള്ളിലുള്ള ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോകണ്ടോ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡിൽ ചെറിയ പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഒരിതുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും.
പിന്നെ ക്യാമറ താണ്ടായിരിക്കും, ക്യാമറ ഇരിക്കുന്നുണ്ടോ, റോഡിൽ ഫുള്ള് ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കേട്ടോ. നമ്മളിങ്ങനെ കാലിയായിട്ട് ഇങ്ങനെ പോവാം. റോഡ് ഇങ്ങനെ നല്ല സ്മൂത്താണ്, നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ അറിയിക്കട്ടോ. ഓക്കെ.